നമസ്കാരം. KSRTCയിൽ വീണ്ടും കൂട്ട നടപടി. മദ്യപിച്ച് ഡ്യൂട്ടിക്ക് എത്തുകയും ഡ്യൂട്ടി സമയത്ത് മദ്യം സൂക്ഷിക്കുകയും ചെയ്ത സംഭവത്തിൽ 97 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. 40 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടു. ബ്രീത്ത് അനലൈസർ പരിശോധനയിൽ കുടുങ്ങിയവർക്കെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. ഏപ്രിൽ 7 മുതൽ 20 വരെ നടത്തിയ പരിശോധനയുടെ വിവരങ്ങളാണ് KSRTC പുറത്തുവിട്ടത്. ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ബ്രീത്ത് അനലൈസർ പരിശോധന ശക്തമാക്കിയത്. 1-ാം തീയതി മുതൽ പരിശോധന ആരംഭിച്ചിരുന്നു. 15-ാം തീയതി വരെ നടത്തിയ പരിശോധനയിൽ 100 ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നു. കർശനമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് KSRTC അറിയിച്ചു. 2 ആഴ്ച മുൻപ് നടത്തിയ പരിശോധനയിൽ 74 സ്ഥിരം ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. സ്വിഫ്റ്റിലെ താൽക്കാലിക ജീവനക്കാരും KSRTCയിലെ ബദൽ ജീവനക്കാരുമായ 26 പേരെ സർവീസിൽ നിന്ന് നീക്കിയിരുന്നു. 49 ഡ്രൈവർമാരും പരിശോധനയിൽ കുടുങ്ങി. ഡ്യൂട്ടിക്ക് എത്തുന്ന വനിതകൾ ഒഴികെയുള്ള എല്ലാ ജീവനക്കാരെയും ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും മദ്യപിച്ചിട്ടില്ലെന്ന് ഉറപ്പാക്കിയിട്ട് മാത്രമേ ഡ്യൂട്ടിയിൽ പ്രവേശിപ്പിക്കാവൂ എന്നും ഗതാഗത മന്ത്രിയുടെ കർശന നിർദ്ദേശമുണ്ട്. ഇതുപ്രകാരമാണ് ജീവനക്കാർക്കിടയിൽ കർശന പരിശോധന നടത്തുന്നത്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.